കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ അലഞ്ഞു തിരിയുന്ന നിലയിൽ പോലീസ് കണ്ടെത്തുകയും പിന്നീട് പത്തനാപുരം ഗാന്ധിഭവനിൽ അഭയമൊരുക്കുകയും ചെയ്ത തെലങ്കാന സ്വദേശിനിയായ ഗംഗ എന്ന യുവതി 2 വർഷത്തിനു ശേഷം ജന്മനാട്ടിലേക്ക് മടങ്ങി. സ്വന്തം നാട്ടിലെ ഷെൽട്ടർ ഹോമിലേക്കാണ് ഗാന്ധിഭവനോട് നന്ദി പറഞ്ഞ് ഗംഗ പോകുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ അലഞ്ഞു തിരിയുന്ന നിലയിൽ പോലീസ് കണ്ടെത്തുകയും പിന്നീട് പത്തനാപുരം ഗാന്ധിഭവനിൽ അഭയമൊരുക്കുകയും ചെയ്ത തെലങ്കാന സ്വദേശിനിയായ ഗംഗ എന്ന യുവതി 2 വർഷത്തിനു ശേഷം ജന്മനാട്ടിലേക്ക് മടങ്ങി. 25-കാരിയായ ഗംഗ 2022 ഒക്ടോബർ 19-നാണ് ഗാന്ധിഭവനിൽ എത്തുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ഗംഗയെ കൊല്ലം മഹിളാ മന്ദിരത്തിൽ എത്തിച്ചു. തെലുങ്ക്, ഹിന്ദി ഭാഷകൾ അവ്യക്തമായി സംസാരിക്കുന്ന ഗംഗ ട്രെയിൻ മാറിക്കയറി എത്തിയതാണെന്നാണ് പോലീസിനോട് പറഞ്ഞിരുന്നത്. പരസ്പര വിരുദ്ധമായി സംസാരിച്ചിരുന്ന ഗംഗയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിരുന്നുമില്ല. തെലങ്കാനയിൽ ഭർത്താവുണ്ടെന്നും ഭർത്താവിന്റെ പേര് രാജേന്ദ്രൻ എന്നാണെന്നും മക്കളുണ്ടെന്നും പറഞ്ഞെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഗംഗയിൽ നിന്നും ലഭിച്ചില്ല. രാജേന്ദ്ര അമൃതമ്മ രാജനരസു नाम गंगा गंगा उम्र कितना उम्र मेरा मम्मी तुम्हारी एज बोलो, एज कितनी है? एज कितनी साल की हो? कितनी साल की हो? 25 शादी करना शादी हो गए ना. हस्बैंड का नाम राजेंद्र कुंटा राजेंद्र. क्या और एक राजेंद्र का क्या काम करता है? राजेंद्र हार्डवेयर इंटरनेट वर्क करता. ഗാന്ധിഭവനിൽ എത്തിച്ച ശേഷം അവിടുത്തെ നിരന്തരമായ കൗൺസിലിംഗിനൊടുവിൽ ഭർത്താവിന്റെ ഫോൺ നമ്പർ ഗംഗ ഓർത്തെടുത്ത് പറഞ്ഞു. തുടർന്ന് ഗാന്ധിഭവനിൽ നിന്നും ഭർത്താവ് രാജേന്ദ്രനെ ഫോണിൽ ബന്ധപ്പെട്ടു. എന്നാൽ വിവരങ്ങൾ കേൾക്കാൻ അയാൾ തയ്യാറായില്ല. 25 വയസ്സുള്ള തെലങ്കാന സ്വദേശിനിയായ ഗംഗ ട്രെയിൻ മാറിക്കേറി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കണ്ടിട്ട് റെയിൽവേ പോലീസുകാർ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ഹിന്ദിയും കന്നഡയും തെലുങ്കും ഈ 3 ഭാഷകളും കലർന്ന രീതിയിലുള്ള സംസാരമായിരുന്നു ഇവരുടെ. അപ്പോൾ അങ്ങനെ അവർക്ക് സംശയം തോന്നി. അങ്ങനെ അവർ റിപ്പോർട്ട് ചെയ്യുകയും തുടർന്ന് ഇവരെ കൊല്ലം മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളതായിരുന്നു. എന്നിട്ട് അവിടുന്ന് 2022 ഒക്ടോബർ 19 ഗാന്ധിഭവനിൽ ഗംഗയെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പം ഗംഗയെ തുടരെയുള്ള കൗൺസിലിങ്ങിലൊക്കെ ആദ്യമൊക്കെ അവരൊന്നും പറയാൻ തയ്യാറായില്ല. പിന്നീടുള്ള കൗൺസിലിംഗ് സെഷനിൽ ഇവരുടെ വീട് തെലങ്കാനയിലാണെന്നും രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഹസ്ബൻഡ് ഉണ്ടെന്നും കൂടാതെ മക്കളുണ്ടെന്നും ഒക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞു. രാജേന്ദ്രൻ്റെ നമ്പർ നമുക്ക് കിട്ടിയെങ്കിലും നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ആദ്യം പുള്ളി ഡീറ്റെയിൽസ് ഒന്നും നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാൻ തയ്യാറായില്ല. കൂടാതെ ഇപ്പം സിം കട്ട് ചെയ്യുകയും ചെയ്തു. ഇവർക്ക് ഇവരുടെ നാട്ടിൽ പോകണമെന്ന് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടാവുകയും നമ്മൾ ഗവൺമെൻറ്റിലെ ഡിസ്ട്രിക്ട് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഓഫീസ്, ജില്ലാ കളക്ടർ, വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നിവരുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പോകുവാനുള്ള അനുമതി നിരന്തരമായി ഗാന്ധിഭവനിൽ നിന്ന് ഇവരെ ബന്ധപ്പെടുകയും ഇവർക്ക് പോകുവാനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു. തുടർന്ന് ഖമ്മം ജില്ലയിലുള്ള ഗ്രാം വികാസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലേക്കാണ് ഗംഗ ഇപ്പോൾ പോകുന്നത്. പത്തനാപുരം ഗാന്ധിഭവനിൽ 2022 10-ാം മാസം എത്തിയ തെലങ്കാന സ്വദേശിയായ ഗംഗ എന്ന സഹോദരിയെ ഇന്ന് തൻ്റെ സ്വന്തം നാട്ടിലേക്ക് യാത്ര അയക്കുന്ന ഒരു ചടങ്ങാണ് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നത്. ഗാന്ധിഭവനിലെത്തി മാനസിക അസ്വാസ്ഥ്യം കാരണം പ്രയാസം അനുഭവിച്ച ആ യുവതിയിൽ നിന്നും ഗാന്ധിഭവനിലെ കൗൺസിലർമാരുടെ ശ്രമഫലമായി നാടിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയും ഗാന്ധിഭവനിലെ ഉദ്യോഗസ്ഥരും കൗൺസിലർമാരും ഡോക്ടർ പുനലൂർ സോമരാജൻ സാറും ഇടപെട്ട് കൊല്ലം കളക്ടറുടെയും വനിതാ ശിശു വികസന വകുപ്പിൻ്റെയും ഇടപെടലിലാണ് ഇന്ന് ഈ പ്രിയപ്പെട്ട ഗംഗയെ തെലങ്കാനയിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് ഗാന്ധിഭവനിൽ നിന്നും കൊല്ലം ജില്ലാ കളക്ടർ, കൊല്ലം ജില്ലാ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ, ജില്ലാ വനിതാ സംരക്ഷണ ഓഫീസർ എന്നിവരുമായി നിരന്തരം ബന്ധപ്പെട്ട് ജന്മനാട്ടിൽ ഗംഗയ്ക്ക് പുനരധിവാസം ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിന്റെ ഫലമായാണ് ഗംഗ തന്റെ സ്വന്തം നാട്ടിലെ ഗ്രാം വികാസ് എന്ന ഷെൽട്ടർ ഹോമിലേക്ക് യാത്രയാകുന്നത്. ജന്മനാട്ടിലേക്ക് പോകണമെന്നുള്ള ഗംഗയുടെ നിരന്തര ആവശ്യവും ഇതോടെ സാക്ഷാത്കരിക്കപ്പെടുകയായിരുന്നു. കായംകുളം DOSP ബാബുക്കുട്ടൻ, കായംകുളം നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. കേശുനാഥ്, പാലമുറ്റത്ത് വിജയകുമാർ, ചേതന ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പ്ലാവർക്കുന്നിൽ, ഫാദർ ഫിലിപ്പ് ജന്മത്തുകളത്തിൽ, ബാബു കൊരമ്പള്ളിൽ, ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ, നീതിഭവൻ ഡയറക്ടർ രാജേന്ദ്രൻ പിള്ള, ഷെൽട്ടർ ഹോം കൗൺസിലർ ആര്യ RS, റേഡിയോ ജോക്കികളായ അശ്വതി, അന്നമ്മ എന്നിവർ ചേർന്ന് ഗംഗയെ ട്രെയിനിൽ യാത്രയാക്കി. ഗംഗയോടൊപ്പം തെലങ്കാനയിലേക്ക് ഗാന്ധിഭവൻ നഴ്സിംഗ് സ്റ്റാഫായ ബിന്ദു KP,
പോലീസ് ഉദ്യോഗസ്ഥരായ ദേവിപ്രിയ, വിഷ്ണു എന്നിവരും പോകുന്നുണ്ട്. തന്റെ സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷകൾ നൽകിയ ഗാന്ധിഭവനോട് നന്ദി പറഞ്ഞാണ് ഗംഗ യാത്രയായത്. CDNet ന്യൂസ്, കായംകുളം.